Hi. Hello, good evening, everyone. So, yet another day and yet another episode. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എപ്പിസോഡ് 1 കണ്ടു, ബേസിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് കണ്ടു. ഒരുപാട് ആൾക്കാർ നല്ല റിവ്യൂസ് പറഞ്ഞു. ഹാപ്പി ഫോർ ദാറ്റ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. സോ വി ആർ ഡൈവിങ് ഇൻ ടു ദ നെക്സ്റ്റ് പാർട്ട് ഓർ എപ്പിസോഡ് 2. ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തോടായിരുന്നു കറൻസീനെ പറ്റിയിട്ട് പറഞ്ഞിട്ട്. സോ കറൻസി പെയറിൽ ബേസ് ഉണ്ട്, ക്വാർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തത്. സോ അതിന് തൊട്ട് മുമ്പായിട്ടൊരു ചെറിയ കാര്യം ഞാനവിടെ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എട്ടോളം കറൻസീസ് ഉപയോഗിച്ചിട്ട്, അതായത് നമ്മുടെ 8 മേജർ കറൻസീസ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ ജനറേറ്റ് വാട്ട് ഓൾമോസ്റ്റ് 28 കറൻസി പെയർസ്. ഓക്കെ. സോ 28 കറൻസി പെയർസ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയപ്പെട്ടു. സോ അതെല്ലാം നമുക്ക് എവിടെ കാണാം? ഇവിടെ ക്ലിയർലി വിസിബിളാണ്. ഓസ്ട്രേലിയൻ ഡോളർ ബേസ് കറൻസി ആയിട്ട് വരുന്ന കുറച്ച് കറൻസി പേഴ്സ് ഇതാ. കനേഡിയൻ ഡോളർ ബേസ് കറൻസി ആയിട്ട് വരുന്ന കുറച്ച് കറൻസി പേഴ്സ് ഇതാ. സ്വിസ് ഫ്രാങ്ക് CHF കറൻസി പെയറായിട്ട് വരുന്ന ബേസ് ആയിട്ട് വരുന്ന ഒരു കറൻസി പെയർ ഇതാ. പിന്നെ യൂറോ ഇതാ. ഇവിടെ GBP ബേസാണ്, ഇവിടെ NZ ബേസാണ്, ഇവിടെ USD ബേസാണ്. സോ ഇതിലൊരു ചെറിയൊരു എക്സ്ട്രാ നോളജ് കൂടെ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാനുണ്ട്. സോ USD ഇവിടെ നമുക്ക് കാണാൻ ബേസ് ആയിട്ടാണ് വന്നത്. സെക്കൻഡ് കറൻസി പെയറിൽ നമുക്ക് കാണാം USD കോട്ടായിട്ടാണ് വന്നത്. സോ USD കോട്ടായിട്ടോ ബേസായിട്ടോ വരുന്ന എല്ലാ കറൻസി പേഴ്സിനെയും നമുക്ക് എന്ത് വിളിക്കാം? മേജർ കറൻസി പേഴ്സ് എന്ന് വിളിക്കാം. അല്ലാത്തതെല്ലാം എന്താണ്? മൈനേഴ്സ് തന്നെയാണ്. ഓക്കെ. ദിസ് ഈസ് ഹൗ ദ സിസ്റ്റം ഈസ് റണ്ണിങ് ഇൻ കേസ് ഓഫ് വാട്ട്? കറൻസി പേഴ്സ്. ഓക്കെ. സോ ഇതാണ് കറൻസി പേഴ്സ് കൊണ്ട് നമുക്ക് പറയാനുള്ളതും നമുക്ക് മനസ്സിലാക്കാനുള്ളതും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. നമുക്ക് ബേസിക്സിൻ്റെ അകത്ത് വരുന്ന തന്നെ ട്രേഡിങ്ങിൽ ഫോറക്സിൽ വരുന്ന ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ പിപ്പ് ഉണ്ട്, നമുക്ക് സ്പ്രെഡ് ഉണ്ട്, സ്വാപ്പ് ഉണ്ട്, ലിവറേജ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിക്വിഡിറ്റി പ്രൊവൈഡർ എന്താണ്, ബ്രോക്കർ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. സോ ഈ ബ്രോക്കർ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങളും കൂടെ നമുക്ക് ബ്രോക്കറിൽ ട്രേഡ് ചെയ്യുമ്പം ഇൻറ്റേർണലി മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വിച്ച് ഈസ് ദ ബേസിക് ടെർമിനോളജീസ് ഓഫ് വാട്ട്? ഫോറക്സ് ട്രേഡിങ്. ഓക്കെ. സോ നമുക്കതിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പിപ്പ് എന്ന് പറയുന്നത്? ഓക്കെ. ലെറ്റ്സ് സേ വാട്ട് ഈസ് പിപ്പ്. ഓക്കെ. ഈ ഒരു പിപ്പ് എന്ന് പറയുമ്പം എന്താണ്? പോയിൻ്റ് ഓഫ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇൻ പോയിൻ്റ് എന്ന് നമുക്ക് പറയാം. സപ്പോസ് യു ആർ ട്രാവലിംഗ് ഫ്രം എ ഡിസ്റ്റൻസ് ഫ്രം എ പോയിൻ്റ് ഓഫ് A ടു പോയിൻ്റ് B. അതായത് A ആണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, B ആണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഓക്കെ. സോ ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻ ടേംസ് ഓഫ് കിലോമീറ്റർ, റൈറ്റ്? സോ വെൻ യു ആർ ട്രാവലിംഗ് ഫ്രം A ടു B, യു കാൽക്കുലേറ്റിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B in terms of what? Kilometer, right? So ഇവിടെ 4xൽ if you are doing a price movement, അതായത് ഇപ്പോൾ ഗോൾഡിൽ 4500 എന്ന് പറഞ്ഞൊരു പ്രൈസിൽ നിന്ന് 4502 പ്രൈസ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ബി സെഡ് ആസ് വാട്ട്? ആ ഒരു $2 മൂവ്മെൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് പറയാം? പിപ്പിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ പിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഇൻ ഫോറക്സ് മാർക്കറ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സ്. ഓക്കെ. സോ ഇതിലിപ്പോൾ ഇതന്നെ പിപ്സിൻ്റെ തൊട്ട് താഴത്ത് വരുന്ന ഒന്നുകൂടെ ബേസിക് റിഫൈൻഡ് ടെർമിനോളജി അല്ലെങ്കിൽ റിഫൈൻഡ് വാല്യൂ ആണ് പിപ്പറ്റ് എന്ന് പറയുന്നത്. ഒരു മാർക്കറ്റ് വാല്യൂടെ ഇപ്പോൾ നമ്മളെടുത്തു ഗോൾഡിന് 4522.22 വിചാരിക്കാം. 4500.22. സോ അവിടെ 0.22 4500.22, അതിൽ 2 എന്ന് പറഞ്ഞ് ലാസ്റ്റത്തെ ഡിജിറ്റ് അതാണല്ലോ. 0.22 2 ആണ് ലാസ്റ്റത്തെ ഡിജിറ്റ്. സോ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എവറി മാർക്കറ്റ് വാല്യൂ കുഡ് ബി കോൾഡ് ആസ് വാട്ട്? പിപ്പറ്റ്. ഓക്കെ. സോ ഇതാണ് എന്ത്? പിപ്പ് എന്ന് പറയുമ്പോഴും പിപ്പറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളതും മനസ്സിലാക്കാനുള്ളതും. ഓക്കെ. അതിൽ കുറച്ച് കാര്യങ്ങൾ എന്നോട് മിസ് ഔട്ടായി പോയിട്ടുണ്ട്. കറൻസിക്ക് ശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമോഡിറ്റി എന്ന് പറയുന്നത്. കമോഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനോ നിങ്ങളോ ക്രിയേറ്റ് ചെയ്ത സാധനമല്ല. ഇറ്റ്സ് ദ നാച്ചുറലി എക്സിസ്റ്റിംഗ് റിസോഴ്സസ്, റൈറ്റ്? നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമോഡിറ്റി എന്ന് പറയുന്നത്. ഈ കമോഡിറ്റിനെ നമ്മൾക്ക് പഠിക്കാനുള്ള 4 എണ്ണം ഉണ്ട്. ഓക്കെ. നമ്മളതിൽ പ്രൈമറി ഫോക്കസ് കൊടുക്കാൻ പോകുന്നത് ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് കമോഡിറ്റിയിലാണ്. ഓക്കെ. സോ അതന്നെ നമുക്ക് ഓരോന്നിൻ്റെ പേരുകളോട് എഴുതിക്കണം. XAUUSD, XAGUSD, XBRUSD, XNGUSD. ഓക്കെ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ടൊരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. എക്സ് എന്ന് പറഞ്ഞൊരു ടേം എല്ലായിടത്തും കോമണാണ്. സോ ഇറ്റ് കുഡ് ബി കൺസിഡേർഡ് ആസ് ദ ഇൻഡെക്സ് ആൽഫബറ്റ് ഫോർ വാട്ട്? കമോഡിറ്റീസ് മാർക്കറ്റിൽ ഡിഫൈൻ ചെയ്യുമ്പം അതിൻ്റെ പേരിൽ എപ്പോഴും കോമൺ ആയിട്ട് വരുന്നൊരു വേർഡാണ്, ലെറ്ററാണ് എന്ത്? എക്സ് എന്ന് പറഞ്ഞത്. സോ ഇറ്റ് കുഡ് ബി കോൾഡ് ആസ് ദ ഇൻഡെക്സ് ആൽഫബറ്റ്. അതെന്താണ്? ഒരു ഇൻഡെക്സ് ആൽഫബറ്റാണ്. ഓക്കെ. അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഓരോന്നും പറഞ്ഞുതരാം. XAUUSD. AU എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ കെമിസ്ട്രി പഠിച്ചവർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും ഗോൾഡിൻ്റെ പേര് ഓറം എന്നാണ്, കെമിക്കൽ നെയിം അല്ലേ? സോ അതിൻ്റെ
ഒരു ഷോർട്ട് ഫോമാണ് AU എന്ന് പറയുന്നത്. സോ XAU USD ഗോൾഡ്. സിൽവറിന് എന്താണ് അർജൻറ്റോ XAGUSD. ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ ബ്രണ്ട് ഓയിൽ എന്നാണ് പറയുന്നത് BRENT XBRUSD. നാച്ചുറൽ ഗ്യാസ് അതിൻ്റെ അക്രോണിം തന്നെ NG. ഓക്കെ XNGUSD. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, നമുക്ക് കമ്മോഡിറ്റീസ് ആയിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ പ്രൈമറി ഫോക്കസ് കൊടുക്കുന്നത് ഗോൾഡിൽ തന്നെയാണ്. ഞാനൊരു ഫുൾ ടൈം ഫോറക്സിൽ തന്നെ ഗോൾഡിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. സോ ഐ ബി മോർ ടോക്കിംഗ് അബൌട്ട് ഗോൾഡ് ഇറ്റ് സെൽഫ്. ഓക്കെ, സോ നമുക്ക് ഇപ്പം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിലോട്ട് പോകാം? ഇപ്പം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ കമ്മോഡിറ്റീൻ്റെ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് വാട്ട്. ഇനി നമുക്ക് അടുത്ത് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഈ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി അത്ര ക്വാണ്ടിറ്റി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. നമുക്ക് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വേണമല്ലോ. നീ ഇത്ര എടുക്കുക അല്ലെങ്കിൽ ഞാൻ ഇത്ര ക്വാണ്ടിറ്റി എടുക്കുക എന്നൊക്കെ ചിലർ പറയും. ഓക്കെ, സോ അതൊക്കെ നമ്മളിപ്പോൾ ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ അത് എന്തിലാണ് പറയുക? കിലോഗ്രാമിലോ ഗ്രാമിലോ ആണ്. പക്ഷെ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് എന്തിലാണ്? ലോട്ട് എന്ന് പറഞ്ഞ് ഒരു ടെർമിനോളജീൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റീനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, lot is the quantity of currency or commodity using you buy or sell an asset. ഓക്കെ, ഇതാണ് എന്ത് നമ്മൾ ലോട്ട് എന്ന് പറയുമ്പോൾ ലോട്ടിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് വരുന്നത്, ഫുൾ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്, ലോട്ട് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് കറൻസി ഓർ കമ്മോഡിറ്റി യൂസിങ് യു ബൈ ഓർ സെൽ ആൻ അസെറ്റ്. ഓക്കെ, ഇത് ഇതിലൂടെയാണ് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നത്? ഇങ്ങനെയാണ് നിങ്ങൾ റിയലി സോറി വൺസ് അഗെയിൻ. സോ ലോട്ട് എന്ന് പറഞ്ഞൊരു ടേം യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ മേടിക്കുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ലോട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ 3 തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് ഓരോന്നായിട്ട് പറയാം. മൈക്രോ ലോട്ട്, ഓക്കെ, പിന്നെ നമുക്ക് മിനി ലോട്ട്, പിന്നെ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ലോട്ട്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, 3 തരത്തിലുള്ള ക്വാണ്ടിറ്റി ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതന്നെ നമുക്കൊന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ മൈക്രോ ലോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക് ക്വാണ്ടിറ്റി ന്യൂമറിക്കൽ വാല്യൂ വേണ്ടേ. 0.01 തൊട്ട് 0.09 വരെ വരുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും 0.01, 0.02, 0.03, 0.04, 0.05, 0.06, 0.07, 0.08, 0.09. സോ ഈ ക്വാണ്ടിറ്റീസിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? മൈക്രോ ലോട്ട് എന്ന് വിളിക്കാം. അടുത്തത് എന്താണ്? മിനി ലോട്ട്. ഇതിൻ്റെ തൊട്ട് മുകളിൽ 0.1 തൊട്ട് 0.99, ലെറ്റ് ഇറ്റ് ബി 0.11, 0.12, 0.22, 0.33, 0.34, 0.55, 0.99 വരെ വരുന്ന ഇൻ ബിറ്റ്വീനുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനെയും വി കുഡ് കോൾ ദം ആസ് വാട്ട്? മിനി ലോട്ട്. ആ ഒരു കാറ്റഗറിയുടെ താഴത്തായിട്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു ക്വാണ്ടിറ്റീസ് വരുന്നത് മിനി ലോട്ടിൻ്റെ അണ്ടറിലായിട്ടാണ്. പിന്നെ 0.99ൻ്റെ മുകളിൽ എന്താ വരിക? 1 തൊട്ട് ഇൻഫൈനൈറ്റ് എത്ര വരെ പോവാം. 1ൻ്റെ മുകളിലോട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ എന്ത് വിളിക്കും? സ്റ്റാൻഡേർഡ് ലോട്ടെന്ന് വിളിക്കും. 1.1, 1.2, 1.3 ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മളതിനെ സ്റ്റാൻഡേർഡ് ലോട്ടെന്നാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇൻ ലോട്ട്. ഓക്കെ, ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ലോട്ടിൻ്റെ താഴത്തായിട്ടുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇൻ കറൻസീസിനെ പറ്റിയിട്ടൊന്ന് പറയാം ലോട്ടിൻ്റെ കേസസിൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു മൈക്രോ ലോട്ട്, 1 മൈക്രോ ലോട്ട് ഈസ് ഈക്വൽ ടു വാട്ട്? 0.01 ആണ്. ഇങ്ങനെ പറയുമ്പം നമ്മൾ 1000 കറൻസീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, 1000 കറൻസീസ് എന്നാണ് പറയുന്നത്. ഒരു മിനി ലോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഇറ്റ്സ് 0.1, സോ ഇറ്റ്സ് ഈസ് ഈക്വൽ ടു 10,000 കറൻസീസ്. ഓക്കെ, 10,000 കറൻസീസ് ആണ്. പിന്നെ നമുക്ക് അടുത്ത് എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് ലോട്ടാണ് വരുന്നത്. ഈസ് ഈക്വൽ ടു വാട്ട്? 1, റൈറ്റ് അല്ലേ? 1 എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ എന്താണ്? ഈസ് ഈക്വൽ ടു വാട്ട്? 100,000 കറൻസീസ്, റൈറ്റ്? സോ ഇതൊക്കെയാണ് എന്ത് ലോട്ടിൻ്റെ കേസസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ,
ഇനി നമുക്ക് അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ കറൻസിയുടെ കേസസിൽ. അടുത്ത് നമുക്ക് എന്താണ് വരുന്നത്? കമ്മോഡിറ്റി ഉണ്ടല്ലോ അല്ലേ. അതിലൊന്ന് ഗോൾഡ് ഞാനൊന്ന് ഡിഫൈൻ ചെയ്ത് തരാം. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഗോൾഡ്. ഒരു മൈക്രോലോട്ട് എന്ന് പറയും, ഒരു മിനി മൈക്രോലോട്ട് എന്ന് പറയുമ്പം എന്താണ്? 0.01 ആണ്. ഇസ് ഈക്വൽ ടു വാട്ട്? 1 ounce of gold. 1 ounce of gold. ഇനി ഒരു മിനി ലോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 1 മിനി ലോട്ട് ഇസ് ഈക്വൽ ടു 10 ounce of gold. 1 standard lot is equal to what? 100 ounce of gold. ഓക്കെ, ഇങ്ങനെയാണ് ഗോൾഡിൻ്റെ കേസസിൽ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തത് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടോപ്പിക്? നമ്മൾ പറഞ്ഞു നമുക്ക് ലോട്ട് ഉണ്ട്, പിപ്പ് ഉണ്ട്, ലിവറേജ് ഉണ്ട്, സ്പ്രെഡ് ഉണ്ട്, സ്വാപ്പ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ലിവറേജ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറാണ്. നമുക്ക് ലിവറേജിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വെയിറ്റ്. ഓക്കെ, ലിവറേജ്. ഓക്കെ, വാട്ട് ഈസ് ലിവറേജ്? ലിവറേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സപ്പോസ് യു ആർ ഹാവിങ് 100 rupees. ഓക്കെ, നിങ്ങൾക്ക് 100 rupees ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ഒന്നും കൂടെ പ്രോപ്പറായിട്ട് ഫോറക്സിൻ്റെ കേസസ് തന്നെ പറഞ്ഞുതരാം. നിങ്ങളടുത്ത് $100 ഉണ്ടെന്ന് വിചാരിക്കുക. 1 ounce of gold is equal to $100 എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, അതല്ല റിയൽ വാല്യൂ, ബട്ട് ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ളത് $100 ഗോൾഡിൻ്റെ വാല്യൂ ഒരു ഔൺസ് ഗോൾഡ് എന്ന് പറയുമ്പോൾ എത്ര ലോട്ടാണ്? 0.01 ആണ് അല്ലേ. സോ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $100 ആണെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ബ്രോക്കർ തരുന്ന ലിവറേജ്. ഓക്കെ, സപ്പോസ് ബ്രോക്കർ ഈസ് സപ്പോർട്ടിങ് യു വിത്ത് ലിവറേജ് ഓഫ് 1:100, റൈറ്റ്? 1:100 ആണ് നിങ്ങൾക്ക് ബ്രോക്കർ തരുന്ന ലിവറേജ് എന്ന് വിചാരിക്കാം. അപ്പോൾ 1:100 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? യു ക്യാൻ ബൈ 100x വിത്ത് ദ പ്രൈസ് ഓഫ് 1. അതായത് നിങ്ങൾക്ക് ഒന്നിൻ്റെ പൈസയ്ക്ക് നിങ്ങൾക്ക് 100 ഇരട്ടി മേടിക്കുക എന്ന് പറയുന്നത്. 1:100 ഒന്നിൻ്റെ പൈസയ്ക്ക് നിങ്ങൾക്ക് 100 മേടിക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ $100 ഉപയോഗിച്ചിട്ട് ശരിക്കും നിങ്ങൾക്ക് എത്രത്തോളം പർച്ചേസ് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കൂ. അതായത് ഇപ്പോൾ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ounce ഗോൾഡിൻ്റെ വില 100 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 100ൻ്റെ പകരം അപ്പോൾ നിങ്ങൾക്ക് 1 ounce പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി എത്ര രൂപ വേണം? ഇവിടെ 1:100 ഉണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് $1 യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 ounce നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ലിവറേജ് കൊണ്ടുള്ള ഗുണം. ലിവറേജ് ഇസ് ലൈക്ക് 2 sides ഓഫ് എ കോയിൻ. ഇതിന് റിസ്ക്കും ഉണ്ട്, റിവാർഡും ഉണ്ട്. സോ ഇവിടെ ഞാൻ റിവാർഡിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. പക്ഷേ ഇവിടെ റിസ്ക് കൂടെ വരുന്നുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാക്സിമം ലിവറേജ് യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ലോസ് സംഭവിക്കാനും ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇതാണ് ലിവറേജിൻ്റെ കേസ് വരുന്നത്. സോ ലിവറേജ് എന്ന് പറയുന്നത് ബെനിഫിഷ്യലുമാണ്, നേരെ മറിച്ച് അതൊരു ഹൊറിഫിക് ഡ്രീമുമാണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ നൈറ്റ് മെയർ. കാരണം നിങ്ങൾക്ക് ലോസും തരാം, അല്ല പ്രോഫിറ്റും തരാം, അതിലേറെ ലോസും തരാൻ ചാൻസസ് ഉള്ളൊരു ഫാക്ടറാണ് ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ഈസ് വിത്ത് ലിവറേജ്. കാരണം നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോക്കർ തരുന്ന ഒരു അഡ്വാൻറ്റേജാണ് എന്ത്? ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ബോറോയിങ് സം ക്യാഷ് ഫോർ ദ ടൈം പിങ്. നിങ്ങളടുത്ത് ഇല്ലാത്ത സാധനം, ലൈക്ക് നിങ്ങളടുത്ത് അത്ര ഒരു ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രോക്കർ ഈസ് അസിസ്റ്റിംഗ് യു വിത്ത് സം ലിവറേജ് ഓർ സം എമൗണ്ട് ഓഫ് മണി ടു പർച്ചേസ് എ ക്വാണ്ടിറ്റി വിച്ച് യു കെ നോട്ട് എഫേർട്ട് ടു മേക്ക് യു ഇൻ ലോസ്. കാര്യമായിട്ട് പറയുന്നത് ടു മേക്ക് യു ഇൻ ലോസ്. ബിക്കോസ് എന്താ വെച്ചാൽ നിങ്ങൾ ലോസിലാവാന്ന് പറയുന്നത് അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടല്ല, ബട്ട് സ്റ്റിൽ സം ബ്രോക്കേഴ്സ് ആർ വർക്കിംഗ് ലൈക്ക് ദറ്റ്. അതിൻ്റെ കഥകളൊക്കെ സ്റ്റോറീസായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കമ്മിങ് വീഡിയോസിൽ. ഓക്കെ, ബ്രോക്കേഴ്സിൻ്റെ ഒരു ഡിഫൈൻഡ് വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രെഡ് എന്ന് പറയാം. സ്പ്രെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വൺ ടൈപ്പ് ഓഫ് ചാർജ്
ഇമ്പോസ്ഡ് ബൈ ദ ബ്രോക്കർ ഇമ്പോസ് ചെയ്യുന്നൊരു ചാർജായിട്ട് നമുക്ക് പറയാം സ്പ്രെഡിനെ. ബട്ട് ആക്ച്വൽ ഡെഫിനിഷൻ എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ആസ്ക് ആൻഡ് ബിഡ് പ്രൈസ്. അത് ഒന്നുകൂടെ പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങളൊരു ട്രേഡ് എടുക്കുകയാണ്, അതായത് നിങ്ങൾ ഗോൾഡ് ബൈ ചെയ്യാണ്. ഓക്കെ, ഗോൾഡ് ബൈ അറ്റ് 3201. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നിങ്ങൾ ആസ്ക് ചെയ്ത പ്രൈസാണ് ബ്രോക്കറിനോട് 3101 എന്ന് പറയുന്നത്. ഓക്കെ, സോ ബട്ട് ബ്രോക്കർ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾക്ക് ബ്രോക്കർ തരുന്ന പ്രൈസ് നമുക്ക് ബിഡെന്ന് പറയാം. നിങ്ങൾക്ക് ബിഡ് ചെയ്ത പ്രൈസ് എത്രയാണ്? 3201.5 പോട്ടെ, 1.2. ഓക്കെ, എങ്ങനെയാണെന്ന് വിചാരിക്കാം. സോ ഇവിടെ നിങ്ങൾ ആസ്ക് ചെയ്ത് എത്രയാണ്? 3201 അഥവാ 3201 ആണ് അല്ലേ. ബട്ട് നിങ്ങൾക്ക് ബ്രോക്കർ തന്ന പ്രൈസ് എത്രയാണ്? 3201.2. സോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്ക് പ്രൈസ് ആൻഡ് ബിഡ് പ്രൈസ് അല്ലേ. സോ 3201.2 മൈനസ് 3201 ഈസ് ഈക്വൽ ടു 0.2 റൈറ്റ് അല്ലേ, സോറി 0.2 അല്ലേ. സോ ആ 0.2 ആണ് എന്ത് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ 0.2 നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് തന്നെ ഗോൾഡിൻ്റെ കേസസിൽ നോക്കുമ്പോൾ നമുക്ക് എത്ര മൂവ്മെൻ്റ് ഉണ്ട്? ഇത് 20 pips ആണ്. ബിക്കോസ് ഇൻ ഗോൾഡ് $1 മൂവ് ഈസ് ഈക്വൽ ടു 100 pips. ഓക്കെ, സോ 0.2 എന്ന് പറയുമ്പോൾ നമുക്ക് 20 pips ഉണ്ട്. നമുക്ക് എന്ത് ഇവിടെ സ്പ്രെഡ്, ഇവിടെ നമുക്ക് 20 pips ആണ് നമുക്ക് സ്പ്രെഡ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് അബൌട്ട് സ്പ്രെഡ്. സോ നമുക്ക് ലിവറേജ് മനസ്സിലായി, നമുക്ക് സ്പ്രെഡും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് നമുക്ക് എന്ത്? സ്വാപ്പ് എന്ന് പറയുന്നത്. സ്വാപ്പ്. ഓക്കെ, സപ്പോസ് യു ടുക്ക് എ ബൈ അറ്റ് 10:30 PM. ഓക്കെ, ആൻഡ് നിങ്ങളത് എക്സിറ്റ് അറ്റ് നെക്സ്റ്റ് ഡേ. നിങ്ങൾ ഇന്ന് രാത്രി 10:00 ഒരു ട്രേഡ് എടുത്തെന്ന് വിചാരിക്കുക, ഗോൾഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയിലോ അല്ലെങ്കിൽ കറൻസീസിലോ. ബട്ട് നിങ്ങൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് ഒരു നെക്സ്റ്റ് ഡേ 7:30 AM വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ബ്രോക്കർ ഒരു ഓവർനൈറ്റ് ഹോൾഡിംഗ് ചാർജ്, ഒരു ഓവർനൈറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്തതിനായിട്ട് ഒരു ചാർജ് അവർ ഈടാക്കും, വിച്ച് കുഡ് ബി കോൾഡ് ആസ് സ്വാപ്പ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്വാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. നമുക്ക് സ്വാപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ബ്രോക്കറിൽ എനാബിൾ ചെയ്യാനും പറ്റും, ഡിസേബിൾ ചെയ്യാനും പറ്റും. സോ സ്വാപ്പ് കുഡ് ബി വാട്ട്, നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടാനും ചാൻസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടും കൊടുക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ബ്രോക്കർ എന്ത് ചെയ്യുന്നത്? അത് എനാബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദ ബ്രോക്കേഴ്സും ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് ആക്കാനുള്ള. ഓക്കെ, സോ അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാം. സപ്പോസ് യു ടുക്ക് എ ട്രേഡ്, EUR/USD ഒരു ട്രേഡ് എടുത്തു. യു ടുക്ക് എ ബൈ. ഓക്കെ, നിങ്ങൾ ബൈ എടുത്തു. ബൈ എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? മാർക്കറ്റ് ഷുഡ് ഗോ അപ്പ് റൈറ്റ്. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തു, ഇവിടെ നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ നിങ്ങൾ ഇവിടെ നിന്ന് 10:00 രാത്രി ട്രേഡ് എടുത്തത്, ഇവിടെ നിങ്ങൾ നെക്സ്റ്റ് ഡേ 7:00 നിങ്ങൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ട്രേഡ് പ്രോഫിറ്റിലാണ്. സോ ഇഫ് ദ ട്രേഡ് ഈസ് പ്രോഫിറ്റ്, സോ അതിനർത്ഥം എന്താണ്? നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ഡയറക്ഷനിലോട്ടാണ് മാർക്കറ്റ് പോയത്. അതായത് യൂറോ എന്ന് പറഞ്ഞ ബേസ് കറൻസി സ്ട്രെങ്തൻഡ് റൈറ്റ്. ആ ഒരു കറൻസി സ്ട്രെങ്തൻ ചെയ്തിട്ട്, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, EUR/USD എന്ന് പറഞ്ഞൊരു കറൻസി പെയറിൽ മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം മാർക്കറ്റ് മുകളിലോട്ട് പോയി 10:00 നിങ്ങളൊരു ട്രേഡ് എടുത്തു, 7:00 നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോയത്. സോ ബേസ് കറൻസിയുടെ മൂല്യം കൂടാണ്. അപ്പോൾ ഇവിടെ ബേസ് കറൻസി സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു സമയത്തിൽ നിങ്ങൾ എടുത്ത ഡയറക്ഷനിലോട്ട് തന്നെ ട്രേഡ് പോയി നിങ്ങൾ ട്രേഡ് പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ അത് ഇസ് ലൈക്ക് സ്വാപ്പ് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കിട്ടാനാണ് ചാൻസസ്. മീൻസ് സ്വാപ്പ് നിങ്ങൾക്ക് ഇങ്ങോട്ടായിരിക്കും കിട്ടാം. പക്ഷേ നേരെ മറിച്ച് നിങ്ങളെടുത്ത് ട്രേഡ് നെഗറ്റീവാണ്, നിങ്ങൾ ലോസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാപ്പ് ബ്രോക്കറിന് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, ദാറ്റ് ഇസ് ഹൗ ദ സ്വാപ്പ് ഈസ് വർക്കിംഗ്. ഇറ്റ്സ് ലൈക്ക് എ കമ്മീഷൻ, മോർ ലൈക്ക് എ ഇൻട്രസ്റ്റ് ഓൾസോ. ഓക്കെ, അതുകൊണ്ടാണ് ബ്രോക്കേഴ്സ് എന്ത് കൊടുക്കുന്നത്? സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് ആക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുക്കുന്നത്.
സോ ദാറ്റ്സ് ഫോർ ടുഡേ. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റീസിൽ ചോദിക്കുക. ബി ആക്റ്റീവ്, ക്ലിയർ ഓൾ യു ഡൗട്ട്സ് അറ്റ് ദ എക്സാക്ട് ടൈം. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ. താങ്ക് യു.